നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ടേം പഠിക്കാം. എന്താണ്? ഒന്ന് രണ്ട് ടേംസ് പഠിക്കാം. മോളിക്കുലാരിറ്റി എന്ന ടേം എന്താണെന്ന് നോക്കാം. മോളിക്കുലാരിറ്റി. വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? പുതിയ ടേമാണ് മോളിക്കുലാരിറ്റി. നമുക്ക് ആസ് പെർ കൊളീഷൻ തിയറി a chemical reaction is taking place due to collisions of reactants. അതായത് കൊളീഷൻ തിയറി പ്രകാരം ഈ പറയുന്ന റിയാക്റ്റൻസ് അല്ലേ, രണ്ട് റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ റിയാക്റ്റൻസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് അല്ലേ, അവർ തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. അഥവാ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഡ്യൂ ടു ദ കൊളീഷൻസ് ഓഫ് റിയാക്റ്റൻസ് മോളിക്യൂൾ. റിയാക്റ്റൻ മോളിക്യൂൾസിന്റെ കൊളീഷൻ വഴിയാണ് ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ദിസ് ഈസ് ആസ് പെർ എന്താണ് കൊളീഷൻ തിയറിയാണ്. ആസ് പെർ കൊളീഷൻ തിയറി ഈ മോളിക്കുലാരിറ്റി എന്ന ടേം പറയുന്നത് മോളിക്കുലാരിറ്റി. അപ്പോൾ അവിടെ മോളിക്കുലാരിറ്റി പറയുമ്പോൾ റിയാക്റ്റൻ സൈഡില് ദിസ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്റ്റൻസ്, റിയാക്ടിങ് സ്പീഷീസ്. This is the number of reacting species like atoms, ions or molecules which must collide simultaneously. Which must collide simultaneously. ഒരേ സമയത്ത് ഇടിക്കണം. Simultaneously, ഒരേ ടൈം simultaneously. In order to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുവാൻ, കൊണ്ടുവരുവാൻ റിയാക്റ്റൻ സ്പീഷീസിലെ മോളിക്യൂൾസുകൾ നിർബന്ധമായിട്ട് കൊളൈഡ് ചെയ്യണം. അപ്പോൾ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൽ ഒരേ സമയം കൊളൈഡ് ചെയ്യണം. ആ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ്, റിയാക്റ്റൻസിന്റെ മോളിക്യൂൾസിന്റെ നമ്പറേന് നമ്മൾ വിളിക്കുന്നത് മോളിക്കുലാരിറ്റി എന്ന ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്, റിയാക്റ്റൻസ് അഥവാ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് which must collide simultaneously in order to bring about a chemical reaction. അല്ലേ, is called molecularity എന്ന് വിളിക്കുന്നത്. അതാണ് മോളിക്കുലാരിറ്റി. അപ്പോൾ സാധാരണ മോളിക്കുലാരിറ്റി റിയാക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് നമ്മൾ റോഡിലേക്ക് ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് നമ്മൾ ഓൾമോസ്റ്റ് ആക്സിഡന്റ് ഒക്കെ കാണുന്നത്. രണ്ട് വണ്ടി അല്ലെങ്കിൽ മൂന്ന് വണ്ടികൾ മാക്സിമം വന്നാൽ 3 വണ്ടികൾ വരെ കണ്ടിട്ടുണ്ടാവും ആക്സിഡന്റ്. ബാക്കി റെയറാണ്, കൂടുതൽ 10-15 വണ്ടി ഒരുമിച്ചിട്ട് കൂട്ടിയിടിക്കുക എന്നുള്ള റെയർ കേസാണ് നടക്കുന്നുണ്ട് കേട്ടോ. റെയർ കേസ് ഫോഗൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ. അല്ലാത്ത കേസിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞ് നോർമൽ കേസിൽ 2-3 വണ്ടികൾ അതിൽക്കുള്ളിൽ വരുന്നില്ല. സെയിം സെൻസ് എടുത്താൽ മതി. അതേ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ആ സെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ഈസ് കൊളൈഡിങ് ഈച്ച് അതർ എന്ന് പറയുന്നത് ഈസ് മാക്സിമം ഓഫ് 2 or 3 ആണ്. മാക്സിമം ഓഫ് 3 അപ് ടു 3 ആ പറയുന്നത്. 3 പേരെ വരെ ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സോ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് കോൾഡ് മോളിക്കുലാരിറ്റി. എത്ര മോളിക്യൂൾസ് ആണോ കൊളൈഡ് ചെയ്യുന്നത് ആ മോളിക്യൂൾസിന്റെ എണ്ണത്തെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി യൂഷ്വലി ഓർ നോർമലി ഡു നോട്ട് എക്സീഡ് 3. 3 എണ്ണത്തേക്കാൾ കൂടുതൽ വരാറില്ല. അതായത് 3 മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് മാക്സിമം. അപ് ടു 3 എന്നാ പറയുന്നത് മോളിക്കുലാരിറ്റി. ശ്രദ്ധിക്കേണ്ട വേർഡാണ് അപ് ടു 3. മോളിക്കുലാരിറ്റി ഡു നോട്ട് എക്സീഡ് 3 എന്നാണ്. 3നേക്കാൾ കൂടുതലായിട്ട് എക്സീഡ് ചെയ്യുന്നില്ല. അതായത് 3 മോളിക്യൂൾസ് വരെ മാക്സിമം കൊളൈഡ് ചെയ്യും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി എന്ന് പറയാം. സോ ദിസ് ഈസ് മോളിക്കുലാരിറ്റി. ദിസ് ഈസ് എ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് വിച്ച് മസ്റ്റ് കൊളൈഡ് simultaneously ഒരേ സമയത്ത് in order to bring about a chemical reaction is called molecularity. So molecularity എന്താണ്? not exceed more than 3 അല്ലേ. 3നേക്കാൾ കൂടുതലായിട്ട് എക്സീഡ് ചെയ്യുന്നില്ല. നമുക്ക് എക്സാമ്പിൾസ് നോക്കാവുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒരു NH4 NO2 അമോണിയം NH4 NO3 അല്ല, ഞാൻ ഒരു NO2 കൊടുക്കാം. അമോണിയം നൈട്രൈറ്റ്. NO3 അല്ല, അത് നൈട്രൈറ്റ് ആണ്. ഇത് അമോണിയം നൈട്രൈറ്റ്. അത് ഡികമ്പോസ് ചെയ്യുന്നു ഒരു റിയാക്ഷൻ. അമോണിയം നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്തിട്ട് 2 നൈട്രജൻ നൈട്രജൻ ഗ്യാസ്
പ്ലസ് എച്ചും ഓയും H2O. ഇവിടെ എക്സ് ഉണ്ടാകുന്ന വെച്ചൊരു ഐഡിയ വേണം കേട്ടോ. 2 നൈട്രജൻ ഉണ്ട്, N2 ഗ്യാസ്, എച്ചും ഓയും ചേർന്നാൽ റൈറ്റ് സൈഡ് വാട്ടർ ഉണ്ടാവും കേട്ടോ. എത്ര നൈട്രജൻ ആണ്? 2 നൈട്രജൻ ആൾറെഡി ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആണ് ലെഫ്റ്റ് സൈഡിൽ? 4 ഹൈഡ്രജൻ. ഒരു 2 ഉള്ളൂ. 2 ബാലൻസ് ചെയ്യാം. 2 into 4 ഹൈഡ്രജൻ. ഓക്സിജൻ എത്ര? 2 ഓക്സിജൻ ആയി. ഇവിടെ 2 ഓക്സിജൻ. ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. സോ ഫസ്റ്റ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് എന്താ പറയുന്നത്, whether the equation is balanced or not. If not balanced, we have to make it in a balanced ഫോമിലേക്ക് മാറ്റണം നമുക്ക്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നോക്കുക, ഇവിടെ NH4NO2 എത്ര മോളിക്യൂളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു റിയാക്റ്റഡ് ഒന്നാണ്, നമ്പർ 1. ഒരു NH4NO2 മോളിക്യൂളാണ് എന്താ പറയുന്നത് അവിടെ റിയാക്ഷൻ പങ്കെടുത്തിട്ടുള്ളത്. അവിടെ അത് ഡികമ്പോസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നു യൂണിമോളിക്കുലാർ എന്ന് വിളിക്കുന്നു. ഒരു മോളിക്യൂളാണ്. എത്ര മോളിക്യൂൾസ് ആണ് റിയാക്റ്റഡ് സൈഡിൽ? ഒരെണ്ണം. അതുകൊണ്ട് യൂണിമോളിക്കുലാർ ആണ് റിയാക്ഷൻ. മോളിക്കുലാരിറ്റി ചോദിച്ചാൽ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 1 ആണ് മോളിക്കുലാരിറ്റി. ഇത് എക്സാം യൂണിമോളിക്കുലാറിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുമാതിരി തന്നെ ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ അയഡൈഡിനെ ഡിസോസിയേറ്റ് ചെയ്യുക. ഹൈഡ്രജൻ അയഡൈഡ് ഹൈഡ്രജൻ ഗ്യാസുമായിട്ടും പ്ലസ് I2 ഗ്യാസുമായിട്ട് പോകുന്നു. ഹൈഡ്രജൻ അയഡൈഡ് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നു, പ്ലസ് I2 ഇത് ഡികമ്പോസ് ചെയ്യുന്നു. ഒരൊറ്റ റിയാക്ടന്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡികമ്പോസിഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ബാലൻസ് ഫസ്റ്റ് തിക്കേഡ് ബാലൻസ് ചെയ്തോ നോക്കണം. നോക്കുക, 2 ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാം. 2 ഐഡിൻ ബാലൻസ്ഡ് ആണ്. ഇവിടെ റിയാക്ടൻസിൽ 2 മോളിക്യൂൾ ചെയ്യാൻ റിയാക്ട് ചെയ്തിരിക്കുന്നു, കൊളൈഡ് ചെയ്തിരിക്കുന്നത് 2 HI മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്തിരിക്കുന്നത്. സോ മോളിക്യുലാരിറ്റി എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് സൈഡ് നോക്കിയാൽ മതി കേട്ടോ, പ്രൊഡക്റ്റ് വേണ്ട. 2 ആണ് മോളിക്യുലാരിറ്റി. ഓർ ബൈമോളിക്കുലാർ റിയാക്ഷൻ. ബൈമോളിക്കുലാർ, യൂണിമോളിക്കുലാർ 2 മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് ബൈമോളിക്കുലാർ റിയാക്ഷൻ ഇതിന്റെ അകത്ത്. അപ്പോൾ യൂണിമോളിക്കുലാറിന്റെ മോളിക്കുലാരിറ്റി ഒന്നുള്ളത് യൂണിമോളിക്കുലാർ, മോളിക്കുലാരിറ്റി 2 ഉള്ളത് റിയാക്ടൻസിൽ 2 മോളിക്യൂളാണെങ്കിൽ ബൈമോളിക്കുലാർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു റിയാക്ഷൻ പറയുകയാണ് ഞാൻ, NO plus O2 gives NOയും O2 ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു NO2 ഫോം ചെയ്യാണ്. നൈട്രജൻ ഓക്സൈഡ് ആണ് അല്ലേ ഈ പറയുന്ന NOയും O2 ചേർന്നിട്ട് NO2 ഫോം ചെയ്തു. ഇവിടെ ബാലൻസ് ചെയ്യുക, ഇക്വേഷൻ ഫസ്റ്റ് ബാലൻസ് ചെയ്യാം. 2 ഓക്സിജൻ, ഓക്കെ, നൈട്രജൻ ഇവിടെ ഓക്സിജൻ 3 ആണുള്ളത്, നൈട്രജൻ 1 ആണ്. ഇപ്പൊ നോക്കാം, 2 into 4 ഓക്സിജൻ ആയി. ഇവിടെ 2 ഇടാം. 2 ഓക്സിജനും 2 ഓക്സിജൻ 4 ആയി. 2 നൈട്രജൻ 2 നൈട്രജൻ. ഇവിടെ മോളിക്കുലാരിറ്റി നോക്കുമ്പോൾ എത്രയാണ്? 2 NOയും പ്ലസ് 1 O2 3 മോളിക്യൂൾസ് ആണ്. റിയാക്ടിംഗ് സൈഡിൽ 3 മോളിക്യൂൾസ് ആണ്. മോളിക്കുലാരിറ്റി 3 ആണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ട്രൈമോളിക്കുലാർ റിയാക്ഷൻ. ട്രൈമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് സൈഡിൽ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര മോളിക്യൂൾസ് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ ട്രൈമോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് മോളിക്കുലാരിറ്റി. സോ ഫോർ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ മോളിക്കുലാരിറ്റി വിൽ നോട്ട് എക്സീഡ് 3 അല്ലേ. യൂഷ്വലി എന്താ പറയുക 2 or 3 ആ വരുന്നത്. 2 കൂടുതൽ വരുന്നതിൽ എടുക്കാറില്ല. ഏത് സെൻസിലാണ് നമ്മൾ പറയുന്നത്? സാധാരണ ആക്സിഡന്റ് റോഡിൽ നടക്കുന്ന അതേ സെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സയന്റിസ്റ്റുകൾ അതേ സെൻസാണ് എടുത്തിരിക്കുന്നത്. മോളിക്കുലാരിറ്റി സാധാരണ റിയാക്ഷനിലേക്ക് എന്താണ് 3 വരെ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഇതെല്ലാം ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്, സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ മോളിക്കുലാരിറ്റി ഒന്നും കൂടി വ്യക്തമാക്കി പറയാണ്. മോളിക്കുലാരിറ്റി അത് ടെക്സ്റ്റിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. മോളിക്കുലാരിറ്റി വിൽ നോട്ട് എക്സീഡ് 3. എന്താണ്? ഫോർ എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് നോർമലി ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിലെ മോളിക്കുലാരിറ്റിയൊക്കെ 3ൽ കൂടുതൽ വരില്ല. അത് ഓർത്ത് മോളിക്കുലാരിറ്റി വിൽ നോട്ട് എക്സീഡ് മോർ ദാൻ 3. ഇനി നമുക്ക് മോളിക്കുലാരിറ്റി എന്ന വേർഡ് ഇതിന്റെ ടേം എന്താണ് പഠിച്ചു. ഇനി എന്താണ് എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കാം. വാട്ട് ഈസ് എലമെന്ററി റിയാക്ഷൻ? വെരി ഇമ്പോർട്ടൻ്റ് ആണ് എലമെന്ററി റിയാക്ഷൻ. അതിന്റെ മീനിങ് മോളിക്കുലാരിറ്റി പഠിച്ചു. എലമെന്ററി റിയാക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചത് എന്തെങ്കിലും NH4NO2
അല്ലെങ്കിൽ എന്താ പറയുക NO2 നമുക്ക് പറയാം, ഹൈഡ്രജൻ അയഡൈഡ് പറയാം, H2+I2 ബാലൻസ് ചെയ്യുമ്പോൾ 2 നോക്കാം. മോളിക്കുലാരിറ്റി എത്രയാണ്? 2 ആണ് മോളിക്കുലാരിറ്റി. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ഉള്ള റിയാക്ഷൻ, മോളിക്കുലാരിറ്റി അപ് ടു 3 ഉള്ള റിയാക്ഷൻസിനേക്ക് നമുക്ക് എലമെന്ററി റിയാക്ഷൻ പറയാം. എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാരിറ്റി അപ് ടു 3 ഉള്ളവരെ, അഥവാ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ നടക്കുന്നവരാണ് ഈ പറയുന്ന എലമെന്ററി റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. സോ എലമെന്ററി റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ ഇൻ വിച്ച് മോളിക്കുലാരിറ്റി, elementary reactions are the reactions in which molecularity is the sum of the molecules of reactants, is the simple sum of the molecules of the reactants. Reactants എത്ര molecules എന്ന് നോക്കിയേ? 2Hi. നേരത്തെ എടുത്ത മാതിരി എന്താണ്? NOU plus O2 എടുത്തപ്പോൾ NO2 ഫോം ചെയ്തു അല്ലേ? 2 നൈട്രജൻ 2. ഇവിടെ മോളിക്കുലാരിറ്റി 2 NOയും 1 O2. എത്ര മോളിക്യൂൾസ്? 3. അപ്പോൾ മോളിക്കുലാരിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തത് 2+1 ആണ്. സിമ്പിൾ സം ആണ്. 2 റിയാക്ടന്റ് സ്പീഷീസില ഓരോ മോളിക്യൂൾസിനെയും സിമ്പിൾ ആയിട്ട് സം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻ, അതായത് റിയാക്ഷൻ ഇൻ വിച്ച് ദ മോളിക്കുലാരിറ്റി ഈസ് ദ സിമ്പിൾ സം ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടൻസ്. അവിടെ എന്താ പറയുക, ആ സമ്മ് എന്താ പറയുക, എത്രയാണ് സം ചെയ്യുന്ന, സിമ്പിൾ ആയിട്ട് സം ചെയ്തിട്ട് നമ്മൾ മോളിക്കുലാരിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിയാക്ഷൻസിലേക്കാണ് എലമെന്ററി റിയാക്ഷൻ. സോ എലമെന്ററി റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ ഇൻ വിച്ച് മോളിക്കുലാരിറ്റി is simply the sum of molecules of the different reactants as represented by a balanced chemical equation. represent ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് എലമെന്ററി റിയാക്ഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, മോളിക്കുലാരിറ്റി ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് എക്സീഡ് 3 എന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എലമെന്ററി റിയാക്ഷൻസ് എന്ന് വിളിക്കില്ല ഞങ്ങളുടെ റിയാക്ഷൻ. അപ്പോൾ എന്താ എലമെന്ററി റിയാക്ഷൻ? എലമെന്ററി റിയാക്ഷൻസ് ആർ ദ റിയാക്ഷൻ in which the molecularity is the simple sum of the molecules of reactants as represented by a balanced chemical equation. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന റിയാക്ടൻസിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം 2ഉം 1ഉം. റിയാക്ടൻസിന്റെ മോളിക്യൂൾസിന്റെ സിമ്പിൾ സം, ആ സിമ്പിൾ സമ്മിനെ വിളിക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്ന റിയാക്ഷൻസ്, ആ സിമ്പിൾ സം 3നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. മോളിക്കുലാരിറ്റി ഡു നോട്ട് എക്സീഡ് 3, അതും കൂടി ഒന്ന് കണ്ടീഷനാണ്. അങ്ങനെയുള്ള റിയാക്ഷനൊക്കെ എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് എലമെന്ററി റിയാക്ഷൻ ആണ്. വൈ എന്ന് വെച്ചാൽ ഹിയർ ദ മോളിക്കുലാരിറ്റി ഈസ് ദ സിമ്പിൾ സം ഓഫ് റിയാക്ടൻസ് 2+1 that equal to 3, which do not exceed 3 അല്ലേ? 3 is not greater than 3 തന്നെ അല്ലേ? So this is an elementary reaction. This is also an elementary reaction, കാരണം 2 ആണ് പറഞ്ഞിരിക്കുന്ന മോളിക്കുലാരിറ്റി. അപ്പോൾ അപ് ടു 3 ഉള്ളവരൊക്കെ എന്താ പറയുന്നത്? എലമെന്ററി റിയാക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി 3 വരുന്നവരെയുള്ള റിയാക്ഷൻസിനെ എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, എന്താണ് എലമെന്ററി? മോളിക്കുലാരിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം. ഇപ്പോൾ നമ്മൾ പഠിച്ച 3 എക്സാമ്പിളിലും മോളിക്കുലാരിറ്റി മാക്സിമം 3 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ 3 വരെ വരുന്ന റിയാക്ഷൻസ് മോളിക്കുലാരിറ്റി, ആ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആയിട്ട് റിയാക്ടൻസിന്റെ മോളിക്യൂൾസിന്റെ വെറും സിമ്പിൾ സം ആണ്. അതിനെയാണ് വിളിക്കുന്നത്, അങ്ങനെ റിയാക്ഷൻസിനെയാണ് എലമെന്ററി റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. വളരെ ക്ലിയർ ആയിരിക്കണം എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കണം നമുക്ക് കോംപ്ലക്സ് റിയാക്ഷൻ. മോളിക്കുലാരിറ്റി എന്താണ് പഠിച്ചു, എലമെന്ററി റിയാക്ഷൻ പഠിച്ചു, കോംപ്ലക്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കോംപ്ലക്സ് റിയാക്ഷൻ നോക്കുന്ന ഒരു എക്സാമ്പിൾ ഹൈഡ്രജൻ ബ്രോമൈഡും ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഹൈഡ്രജൻ ബ്രോമൈഡും ഓക്സിജൻ ഉള്ള റിയാക്ഷൻ നോക്കാം. HBr+O2 റിയാക്ഷൻ നടന്നു. H-ഉം O-യും ഉണ്ടെങ്കിൽ H2O. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് നമുക്കൊരു ഐഡിയ വേണം എന്താ ഉണ്ടാകുന്നത്. Br ആണ്, Br2 ആയിട്ട് ലിബറേറ്റ് ബ്രോമിൻ. നോക്കുക, ബ്രോമിൻ വാട്ടർ H2O ബ്രോമിൻ വാട്ടറുമാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. 2 ഹൈഡ്രജൻ 2
2 bromine, okay. Oxygen 2 ആണ്, 2 2. So 2 into 2 4 hydrogen, so 4 hydrogen ആയി. So 4 bromine ആയി, so 2 bromine. അല്ലേ, ബാലൻസ്ഡ് ഇക്വേഷൻ. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. What is the molecularity? Molecularity is the simplest sum of reactants, അല്ലേ, reactant molecules. The 4 plus 1 or 2 ആണ്, 5 ആ പറഞ്ഞിരിക്കുന്നത്. മോളിക്കുലാരിറ്റി ഡു നോട്ട് എക്സീഡ് 3 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് എലമെന്ററി റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈസ് ഇറ്റ് ആൻ എലമെന്ററി റിയാക്ഷൻ? Is it an elementary reaction? No. Why? Because the number of molecules reacted or the reactor for reaction പങ്കെടുത്തിരിക്കുന്ന number of molecules reacted is the molecularity of this reaction is 5. So for elementary reaction molecularity do not exceed 3. So the number is 5 here, so this is not an example for elementary reaction. Such a reactions are called molecularity more than 3. Such a reactions are called complex reaction. അപ്പോൾ elementary reaction ഒക്കെ സിംഗിൾ സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ in this reaction എന്താ പറയുന്നത്, the reaction will not take place in a single step. ശ്രദ്ധിക്കണം, this reaction will not take place in a single step. Complex reaction ഒരിക്കലും സിംഗിൾ സ്റ്റെപ്പിലല്ല നടക്കുന്നത്, അത് ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. ആ ഡിഫറെന്റ് സ്റ്റെപ്സ് എങ്ങനെയുണ്ടാവും? നമുക്ക് തിയറി ആയിട്ട് പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് അങ്ങനെ ബൈഹാർട്ടായിട്ട് പഠിക്കാൻ പറ്റില്ല. നമുക്ക് റിയാക്ഷൻ നടത്തി നോക്കണം, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടും ഒരു പ്രൊഡക്റ്റ്. കുറച്ച് നേരം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വേറെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ പറയുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ വേറെ പ്രൊഡക്റ്റ് കിട്ടി. അത് കണ്ടുപിടിക്കുന്ന ഡിറ്റക്ഷൻ ചെയ്യണം നമ്മൾ. ഈ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ളവരെ എന്ത് വിളിക്കുന്നു? റിയാക്ടൻസ്. പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന മുന്നേ ഉണ്ടാവുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഇന്റർമീഡിയറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്റർമീഡിയറ്റ്സുകൾ ഉണ്ടാവുന്നുണ്ടാവും, അവരെ ചെക്ക് ചെയ്ത് നോക്കാം. എത്ര ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്? 3 ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായാൽ 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടന്നത്. 4ാമത്തെ സ്റ്റെപ്പിലാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിലാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ടോട്ടൽ 4 സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾക്ക് റിയാക്ഷൻ നടന്നപ്പോഴും 3 ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായി. ഓരോ തവണ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 3 ഇന്റർമീഡിയറ്റ്സിന്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ആണ് പ്രൊഡക്റ്റ് ഫോം ചെയ്തത്. അപ്പോൾ എത്ര സ്റ്റെപ്സിലാണ് റിയാക്ഷൻ നടന്നത്? 3 ഇന്റർമീഡിയറ്റ്സും പ്ലസ് ലാസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്ത സ്റ്റെപ്പും. അങ്ങനെ 4 സ്റ്റെപ്സിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് വല്ല ഫോർമുലയാണോ? നോ. ദിസ് ഈസ് purely based on the experimental data or from the experimental. So we need to observe, we need to be alert always while conducting reactions. Every time we have to check any intermediates are formed. അതിനൊക്കെ പണ്ടൊക്കെ ചെക്ക് മാനുവലി ആണ്. ഇപ്പോൾ അതൊന്നും വേണ്ട. പല മെഷീൻസും ഡിറ്റക്ട് ചെയ്തോളും. ക്രൊമാറ്റോഗ്രാഫി മെഷീനോ മറ്റു പലതും ഉണ്ട്, അവർ ഡിറ്റക്ട് ചെയ്തോളും. നമുക്ക് ഈസിയാണ്. നമുക്ക് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക ഇന്ന് വളരെ ഈസിയാണ്. ആ മെഷീൻ ഡിറ്റക്ട് ചെയ്തോളും. നമ്മൾ ഒരു ടൈമിലും പോയി റിയാക്ഷൻ ചെയ്ത് നോക്കണ്ട. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണ്? എത്ര സ്റ്റെപ്സ് ഉണ്ട് ഈ റിയാക്ഷൻ? മോളിക്കുലാരിറ്റി 3നേക്കാൾ കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നത് ഡിഫറെന്റ് സ്റ്റെപ്സിലാണ്. ഡിഫറെന്റ് സ്റ്റെപ്സ്. അപ്പോൾ മോർ ദാൻ 3 ആണെങ്കിൽ, അങ്ങനെ മോർ ദാൻ 3 ഉള്ള റിയാക്ഷനെ വിളിക്കുന്നവരാണ് കോംപ്ലക്സ് റിയാക്ഷൻ. ദ കോംപ്ലക്സ് റിയാക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് വഴിയേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. ഈ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ് കോംപ്ലക്സ് റിയാക്ഷൻ അല്ലേ. കോംപ്ലക്സ് റിയാക്ഷൻ വിളിക്കാൻ ഇത് എലമെന്ററി റിയാക്ഷൻ അല്ല. എന്താ പറഞ്ഞത്? HBr റിയാക്ട് ചെയ്തു പ്ലസ് O2 റിയാക്ട് ചെയ്തു, H മോളിൽ ചേർന്നാൽ H2 ഫോം ചെയ്തു, Br2 അല്ലേ, ബ്രോമിൻ. നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടി 2 ഹൈഡ്രജൻ അല്ലേ. ഇവിടെ നമുക്ക് നേരത്തെ 4 കിട്ടി, 2 കിട്ടി അല്ലേ. 2 into 4 കിട്ടി. ഇതാണ് റിയാക്ഷൻ. റിയാക്ഷൻ മോളിക്കുലാരിറ്റി 4 + 1 5 ആണ് മോളിക്കുലാരിറ്റി. So this is not a elementary reaction അല്ല. elementary reaction അല്ല. കാരണം elementary reaction up to 3 molecularity വരാൻ പാടുള്ളൂ. ഇതെങ്ങനെ നടക്കുന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HBr സ്റ്റെപ്പ് 1. ഈ സ്റ്റെപ്പ് 1 നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ടത്. ഇങ്ങനെ എക്സ്പെരിമെന്റ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്കോ പറയാൻ പറ്റുന്നില്ല, ആർക്കും പറയാൻ പറ്റുന്നില്ല. ഈ HBr സ്റ്റെപ്പ് 1 നടക്കുന്നത് HBr O2 ചേർന്നിട്ടാണ്. O ഈ 2 ഓക്സിജനെ ഞാൻ ആറ്റം മാറ്റിയിട്ടുണ്ട്. OO പിന്നെ Br. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും.
അപ്പോൾ അത് ട്രേസ് അത് അതിന്റെ ഒരു എന്താ നമ്മൾ പ്രസൻസ് കിട്ടിയാൽ അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് HOOBr പ്ലസ് HOOBr പ്ലസ് HBr. കാരണം ഓക്സിജൻ ഒരു മോളിക്യൂളോട് ഞാൻ ആൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഓക്സിജൻ എഴുതിക്കേണ്ട, കാരണം ആൾറെഡി ഒരു മോളിക്യൂളേ ഉള്ളൂ. ഇവിടെ 4 HBr ആണ് ഉള്ളത്, ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ എഴുതേണ്ടത് O2 ആണോ? അല്ല, ഓക്സിജൻ ഒരെണ്ണം എഴുതി കഴിഞ്ഞു, HBr എഴുതാം. HBr കൂടുതൽ, അപ്പോൾ ഈ പറയുന്നത് ഈ H വെച്ച് നിന്ന് 2 H ആയി, ഈ Br നിന്ന് 2 Br ആയി, 2 ഓക്സിജൻ ആയി. അപ്പോൾ എന്താ പറയാ, HOBr 2 ടൈംസ് ഉണ്ടായി, കാരണം 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ 2 Br ഉണ്ടായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് HOBr. ഇനി HOBr ഉണ്ടായി ഫോം ചെയ്തു, വീണ്ടും HBr ആയിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പൊ എത്രാമത്തെ HBr? 1 2 3 ഗീവ്സ് H അല്ലേ, H Oയും ചേർന്നാൽ എന്തുണ്ടാവും, HOയും H വാട്ടർ ഫോം ചെയ്യും. വാട്ടർ ഫോം ചെയ്യും പ്ലസ് Br2 ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളാം, കാരണം പ്രൊഡക്റ്റ് ഫോം ചെയ്തു. ഇനി നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം? സ്റ്റെപ്പ് 3 ഉള്ളൂ, ഇത് സ്റ്റെപ്പ് 2, ഇത് സ്റ്റെപ്പ് 3. ഇവിടെ വെച്ച് നിർത്തണം. വൈ? നമ്മുടെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്തു കഴിഞ്ഞു, H2O Br2. ക്ലിയർ ആയോ? പക്ഷെ ഇവിടെ എത്ര HBr ഉണ്ടായിരുന്നു? 4 HBr. നമ്മൾ എത്ര എഴുതി? ഇതിലൊരു HBr, ഇതിലൊരു HBr, ഇതിലൊരു HBr, 3 എഴുതിയുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിയേ, ഇൻറ്റു 2 ചെയ്ത് നോക്കിയ ഇക്വേഷന് 2 × HOBr 2 HOBr. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറും? സ്റ്റെപ്പ് 3. ഈ സ്റ്റെപ്പ് 3 വീണ്ടും എഴുതാൻ നമുക്ക് എഴുതാം, 2 കൊണ്ട് 2 HOBr പ്ലസ് 2 HBr gives 2 H2O ത്രൂ ഔട്ട് ഒക്കെ ചെയ്ത് 2 കൊണ്ട് പ്ലസ് 2 Br2. നോക്കുക ഈ ഇക്വേഷൻ ആണോ? നോക്കുക ഇവിടെ ഈ ഇക്വേഷൻ 2 H2O പ്ലസ് 2 Br2 നമ്മുടെ റൈറ്റ് സൈഡിൽ ശരിയായി, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയല്ലല്ലോ. നമുക്ക് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നോക്കാം. ഓവറോൾ റിയാക്ഷൻ ഞാൻ എന്തുകൊണ്ട് 2 ഇൻറ്റു ചെയ്തു? കാരണം നമുക്ക് 4 HBr ഉണ്ട്, ഇവിടെ 1 ഉം 2 ഉള്ളൂ. ഈ 4 ആണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, അതുകൊണ്ടാണ്. കൂടാണ്ട് റൈറ്റ് സൈഡ് പ്രൊഡക്റ്റ് 2 H2 ആണ്, അപ്പോൾ ഇത് 2 H2 ആവും, 2 ആവും, Br2 ആയി മാറും. 2 അതുകൊണ്ട് ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തോ? ഇല്ല. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ഇപ്രകാരം ബാലൻസ് ഇക്വേഷൻ കിട്ടുന്നത്. ഇവിടെ നോക്കുക, ഈ 3 കൺസിഡർ ചെയ്യരുത്, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താക്കണം. അപ്പൊ ഇതും ഈ 3 ഇക്വേഷനും കൺസിഡർ ചെയ്യേണ്ടത്. ഈ 1 2 3 ഈ 3 ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുമ്പോൾ നോക്കൂ, HBr ഉണ്ട്, ഇവിടെ HBr 2 HBr, ഇവിടെ 2 HBr ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 HBr പ്ലസ് 4 HBr ആയി. ഇനി ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡ്, O2. നോക്കാം, HOBr ഇതില ഈ ഇക്വേഷനിലോട്ട് ഇതാണ്, HOBr ഉണ്ട്. ഇവിടെ എത്ര 2 HOBr ആണ്, റൈറ്റ് സൈഡിൽ 2 HOBr ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആണോ? ഈ HOBr ക്യാൻസൽ ആയി പോകും. ഇനി ഈ 3 ഇക്വേഷനായിട്ട് കൺസിഡർ 1 2 3 ഇവനാ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ് സൈഡിൽ ആര് മാത്രമേ ഉണ്ടാവുന്നു? ഗിവ്സ് 2 H2O പ്ലസ് 2 Br2. നോക്കുക, ഇതാണ് ഇക്വേഷൻ കണ്ടോ. അപ്പൊ ഈ ഇക്വേഷൻ റിയാക്ഷൻ നടന്നത് 1 2 3 3 സ്റ്റെപ്സിൽ വഴിയാണ് റിയാക്ഷൻ നടന്നത്. 1 2 3 ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടായത് 3ാമത്തെ സ്റ്റെപ്പിലാണ്. അപ്പൊ 2 ഇന്റർമീഡിയറ്റും ഒരു പ്രൊഡക്റ്റും, അങ്ങനെ 3 സ്റ്റെപ്പിൽ 2 ഇന്റർമീഡിയറ്റും ലാസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്ത് 3 സ്റ്റെപ്സിലാണ് റിയാക്ഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കോംപ്ലക്സ് റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലല്ല എന്ന് കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്തുകൊണ്ട് അത് കോംപ്ലക്സ് ആണ് തിരിച്ചറിയുന്ന ഒരു റിയാക്ഷൻ കോംപ്ലക്സ് ആണോ എലമെന്ററി റിയാക്ഷൻ ആണോ എന്ന് തിരിച്ചറിയുന്നത് മോളിക്യുലാരിറ്റി നോക്കുക. 3നേക്കാൾ കൂടുതലാണെങ്കിൽ അത് കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. 3 up to 3 വരെയാണെങ്കിൽ എലമെന്ററി റിയാക്ഷൻ ആണ്. നമുക്ക് കോംപ്ലക്സ് റിയാക്ഷൻ will not take place in a single step but through a series of steps or but through a sequence of steps ആണ് പല സ്റ്റെപ്സ് വഴിയാണ് ഉണ്ടാവുന്നത്. ഇപ്രകാരമാണ് മോളിക്യുലാരിറ്റി 5 more than 3 ആണെങ്കിൽ അത് കോംപ്ലക്സ് റിയാക്ഷൻ, മോളിക്യുലാരിറ്റി up to 3 വരെയാണെങ്കിൽ ആ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് എലമെന്ററി റിയാക്ഷൻ. So don't forget about the difference between elementary and complex reaction.
Elementary reaction will take place in a single step, whereas complex reaction will not take place in a single step, but through a sequence of steps ആണ്. സോ അപ്രകാരമാണ് പറയുന്നത് കോംപ്ലക്സും എലമെന്ററി. സോ ഇത് രണ്ടും പഠിക്കണമെങ്കിൽ ഈ മോളിക്കുലാരിറ്റി എന്ന ടേം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എലമെന്ററി റിയാക്ഷനും ഈ പറയുന്ന കോംപ്ലക്സ് റിയാക്ഷനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ മോളിക്കുലാരിറ്റി പഠിച്ചു? ഈ രണ്ട് റിയാക്ഷനെയും തിരിച്ചറിയുവാൻ, ഐഡന്റിഫൈ ചെയ്യുവാനാണ് മോളിക്കുലാരിറ്റി പഠിച്ചത്. എന്തിനു പഠിച്ചെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഫോർ ഐഡന്റിഫൈ വെദർ എ റിയാക്ഷൻ ഈസ് എലമെന്ററി റിയാക്ഷൻ ഓർ കോംപ്ലക്സ് റിയാക്ഷൻ. അത് തിരിച്ചറിയാനാണ്. കോംപ്ലക്സ് റിയാക്ഷൻ എഴുതുന്ന സ്റ്റെപ്സ് ആണ് കാണിച്ചത്. എക്സാമ്പിൾ, ഒരു ജനറൽ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അത് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ്